മറ്റൊരു വാർത്തയിലേക്ക്. SIR നടപടികളിൽ പരാതിയുമായി രാഷ്ട്രീയ പാർട്ടികൾ എത്ര പേരെ കണ്ടെത്താനായില്ലെന്ന് കൃത്യമായ വിവരം നൽകണമെന്ന് CPIM പ്രതിനിധി MV ജയരാജൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷായും വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നെഗറ്റീവാണെന്ന് സത്യൻ മൊകേരിയും ആരോപിച്ചു. അതേസമയം കാസർഗോഡ്, വയനാട്, കൊല്ലം ജില്ലകളിൽ SIR പ്രക്രിയ 100% പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. മരണപ്പെട്ടവരടക്കമുള്ളവരുടെ പേരുകൾ പരസ്യപ്പെടുത്തിയാൽ അതിൽ നിന്നെങ്കിലും VLA മാർക്ക് ഇത് ശരിയാണോ തെറ്റാണോ വസ്തുതാപരമായി തന്നെ ശരിയാണോ എന്നത് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ പേര് പ്രസിദ്ധീകരിക്കുക എന്നത് അടിയന്തരമായി കമ്മീഷൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് കൂടി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സമയം കൊടുക്കണം. നിങ്ങൾ SIR 2002 പബ്ലിഷ് ചെയ്തതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഇന്ന് നിങ്ങൾ പറയണം ഇന്ന ബൂത്തിൽ ഇന്ന ആളുകൾ മരിച്ചു. 2025 ഒക്ടോബർ 27 ഇലക്ടറൽ റോളിൽ കണ്ട ആളുകൾ ഇന്ന ആളുകൾ മരിച്ചു പറഞ്ഞാൽ പോലെ. വെരി സിമ്പിൾ. കാരണം ഇപ്പോ ഇതെല്ലാം ഓൺലൈൻ ഡിജിറ്റൈസ് ചെയ്യുന്ന എളുപ്പമാണ്. ഒറ്റ ക്ലിക്ക്. ഇപ്പോൾ പറഞ്ഞ കണക്കുകൾ 25 ലക്ഷം വന്നിട്ടില്ല, വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പീരീഡിൽ എന്താണ് നടന്നിട്ടുള്ളത്? പോസിറ്റീവായ റിസൾട്ട് വന്നിട്ടില്ല. അതെന്താണെന്ന് പരിശോധിക്കുന്നത്. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെയുള്ള ചുമതലക്കാരെ അതിന് കുറ്റപ്പെടുത്തുകയില്ല. താഴത്ത് വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണോ എന്ന് പരിശോധിക്കണം. ബൂത്തുകളിൽ BLOമാരും DLAമാരും അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരും മണ്ഡലം ചുമതലയുള്ള ആളുകളും ജില്ലാ തലത്തിൽ ഈ ലിസ്റ്റ് നമ്മുടെ BLAയുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അവർ ചോദിക്കാം, ഇയാളെ വിളിച്ച് ചോദിക്കാം എന്തുകൊണ്ടാണ് ഫോം തരാത്തതെന്നുള്ളത് ചോദിക്കാം. ഈ പ്രിന്റഡ് കോപ്പി ബൂത്ത് വൈസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ബൂത്ത് ലെവൽ ഏജൻസിനും കൊടുക്കുന്നുണ്ട് സർ. ഒരു BLAക്ക് ഈ ലിസ്റ്റ് കിട്ടുന്നു പ്രിന്റ് ആയിട്ട്. ഡിജിറ്റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിതരണം ചെയ്ത ഫോം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു, സിസ്റ്റമിൽ ക്യാപ്ചർ ചെയ്യുന്നു. അത് എലിജിബിൾ ആയ വോട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കാറ്റഗറിയിൽ വരും. ഇത് ഇപ്പോൾ BLA മീറ്റിംഗിൽ കണ്ടെത്താൻ സാധിക്കാത്തവർ കണ്ടെത്തുവാണെങ്കിൽ നമ്മുടെ ബാക്കി ലിസ്റ്റിലോട്ട് വരും. ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ലിസ്റ്റിലോട്ട് കൊണ്ടുപോകാം സർ. അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഈ SIR നടപടികൾ പൂർത്തിയാക്കാൻ ഈ സമയം അത്ര പര്യാപ്തമല്ല എന്നുള്ളതായിരുന്നു മുൻപും ഇവർ ആവശ്യപ്പെട്ടിരുന്നത്, രാഷ്ട്രീയ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് നീട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും അത് പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നടപടികൾ കൃത്യമായിട്ട് ഏകോപിപ്പിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ എത്ര പേരെ കണ്ടെത്താനായില്ല എന്നടക്കമുള്ള വിവരങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് എന്ന് തന്നെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. സമയം നീട്ടി നൽകണം എന്ന ആവശ്യം തന്നെയാണ് വീണ്ടും ഉന്നയിക്കുന്നത്, അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രധാന ആവശ്യമായി മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പരാതി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡിസംബർ മാസം 6-ാം തീയതി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ ഘട്ടത്തിൽ 20 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം ഒരു 10 ദിവസത്തിന് ശേഷം 15-ാം തീയതി, അതായത് ഇന്ന് ഈ യോഗം ചേരുമ്പോൾ ആ സംഖ്യ 25 ലക്ഷമായി ഉയർന്നിരിക്കുന്നു. സാധാരണ രീതിയിൽ കണ്ടെത്താൻ വേണ്ടി കഴിയാത്തവരെ കൂടുതലായി കണ്ടെത്തുമ്പോൾ ഈ സംഖ്യ കുറയേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ ഇത് ഉയരുന്നത് സംശയകരമാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉയർത്തിയത്. അതിൽ തന്നെ മരണപ്പെട്ടവരായി ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 6 ലക്ഷത്തിൽ പരം ആൾ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 6,44,547 പേരെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ചോദിക്കുന്നത് ഈ 6-ാം തീയതി ഏറ്റവും അവസാനം യോഗം ചേരുമ്പോൾ, അല്ലെങ്കിൽ അതിനിടയിൽ ഇന്ന് യോഗം ചേരുന്നതിനിടയിലുള്ള ഈ ഒരു 10 ദിവസത്തിനിടയിലാണോ ഇത്രയും പേർ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും പരാതികൾക്ക് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.